നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഫോർത്ത് ഹൗസിൻ്റെ ചില സീക്രട്ട് ഫലങ്ങളെക്കുറിച്ചാണ്. ഫോർത്ത് ഹൗസിനെ കുറിച്ച് നമ്മൾ ആരും അധികം അങ്ങനെ ചർച്ച ചെയ്യാത്ത, എന്നാൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില ഫലങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഫോർത്ത് ഭാവത്തിൻ്റെ ചില സ്പെഷ്യാലിറ്റീസാണ് നമ്മൾ ആരും അങ്ങനെ അസ്ട്രോളജിയിൽ ചർച്ച ചെയ്യാത്ത ചില ഏരിയകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പൊതുവേ 4-ാം ഭാവം എന്ന് പറയുമ്പം നമുക്ക് വീഡിയോയിൽ കിട്ടുന്ന അവൈലബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂട്യൂബിൽ കിട്ടുന്ന അവൈലബിലിറ്റി, അല്ലെങ്കിൽ ബുക്സിൽ കിട്ടുന്ന അവൈലബിലിറ്റി കൂടുതലും വീട്, വണ്ടി, വാഹനം ഇത്യാദി കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും പറയുന്നത്, അല്ലേ? എന്നാൽ അതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് കുറച്ച് വളരെ വ്യത്യസ്തമായിട്ട് ഒന്ന് ചിന്തിക്കാം. ഒരാളുടെ ഇമോഷണൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് 4-ാം ഭാവമാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവരുടെ സെൻസ് ഓഫ് സെക്യൂരിറ്റി, അതേപോലെ തന്നെ അവരുടെ ഇമോഷണലായിട്ടുള്ള ചില ബേസസ്, ഇതൊക്കെ ഫാമിലിയിൽ നിന്നും കിട്ടേണ്ടതായതുകൊണ്ടും 4-ാം ഭാവം പൊതുവെ ഒരു കംഫോർട്ടിൻ്റെ സ്ഥാനവും കൂടി ആയതുകൊണ്ട് തന്നെ ഒരു ഇമോഷണൽ ഫൗണ്ടേഷൻ 4-ാം ഭാവമാണ്. അതുപോലെ തന്നെ ഫാമിലി ആൻഡ് ഹോം ലൈഫ്, നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 4-ാം ഭാവം ഹോം അല്ലേ, അപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലൈഫ്, അതേപോലെ തന്നെ നമ്മുടെ ഓവറോളായിട്ടുള്ള ഒരു കംഫർട്ട്, ഓവറോളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, നമ്മുടെ ഇതിനകത്തുള്ള ഒരു ഓവറോൾ അറ്റ്മോസ്ഫിയർ, കെയർ ഗീവേഴ്സിൻ്റെ, അതേപോലെ തന്നെ നമ്മുടെ പേരൻസിൻ്റെ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഓവറോളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ, നമ്മുടെ ഹോം എൻവയോൺമെൻറ്റും ഒക്കെ 4-ാം ഭാവമാണ് ചിന്തിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ റൂട്ട് ആൻഡ് ഹെറിറ്റേജ്, നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ റൂട്ടുകൾ, ആൻസിസ്റ്റേഴ്സ് ഹെറിറ്റേജ്, കൾച്ചറൽ ഹെറിറ്റേജ്, അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഹിസ്റ്ററി, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പരദേവത ഇത്യാദി കാര്യങ്ങളെല്ലാം നമ്മുടെ റൂട്ട് ആൻഡ് ഹെറിറ്റേജും 4-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ 4-ാം ഭാവം കൊണ്ടാണ് നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ചിന്തിക്കുന്നത്. ഇമോഷണൽ ഇൻ്റലിജൻസ്, ഇൻഡ്യൂഷൻ, അതുപോലെ തന്നെ എബിലിറ്റി ടു നെർച്ചർ, സ്വന്തമായിട്ടും ചുറ്റുപാട് നിൽക്കുന്നവരെയും നെർച്ചർ ചെയ്യാനുള്ള എബിലിറ്റി, ഇതെല്ലാം 4-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഇനി സീക്രട്ട് റിസൾട്ട്സ് ഓഫ് ഫോർത്ത് ഹൗസ്, 4-ാം ഭാവം കൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാവേ. ഹിഡൻ ഫിയർ ആൻഡ് ഇൻസെക്യൂരിറ്റീസ് ഫോർത്ത് ഹൗസ് കൊണ്ടാണ് ചിന്തിക്കുന്നത്. പുറമേ ഒന്നും അവർ കാണിക്കത്തില്ലെങ്കിലും 4-ാം ഭാവത്തിലെ പാപഗ്രഹം, പ്രത്യേകിച്ച് 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ സ്വഭാവം അനുസരിച്ച് പുറമേ ഒന്നും കാണിക്കത്തില്ലെങ്കിൽ കൂടിയും ചിലപ്പോൾ പുറത്തേക്ക് വരാം. ചില സമയങ്ങളിൽ മനുഷ്യന് എപ്പോഴും ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഒരു ഹിഡൻ സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ ഹിഡനായിട്ടുള്ള ചില മറച്ചു വെച്ചിരിക്കുന്ന, ഈ പുറമേ മാസ്കിൽ കാണാത്ത ചില സ്വഭാവങ്ങളുണ്ടല്ലോ. അപ്പോൾ 4-ാം ഭാവം കൊണ്ടാണ് അവരുടെ ഹിഡൻ ഫിയേഴ്സ്, അവരുടെ ഹിഡൻ ഇൻസെക്യൂരിറ്റീസ്, അതേപോലെയാണ് ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് 4-ാം ഭാവം ചെക്ക് ചെയ്താലും മനസ്സിലാവും. 4-ാം ഭാവത്തിലെ ചന്ദ്രൻ, 4-ാം ഭാവത്തിലെ ബുധൻ, 4-ലെ രാഹു, അതേപോലെ ഒക്കെ മനസ്സിലാവും. അതുപോലെ തന്നെ അൺകോൺഷ്യസ് പാറ്റേൺ, ലൈഫിൽ ചില കാര്യങ്ങളിൽ പ്രതികരിക്കുന്നതിൻ്റെ എങ്ങനെ ഇവർ പ്രതികരിക്കും എന്നുള്ളത് പെട്ടെന്നാണ്. കാരണം ഇവർക്ക്, ഒരു മനുഷ്യന് ചില വീക്ക്നെസ്സുകളുണ്ടാവും, ചില സുഖങ്ങളോട് താല്പര്യമുണ്ടാവും, ചില ഇഷ്ടങ്ങളുണ്ടാവും. ഒരു പക്ഷേ അത് പൊതുസമൂഹത്തിലോ അവർ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവരുടെ മുഖവുമായിട്ടൊട്ടും ചേരാത്തതോ, അല്ലെ അവരിടപെടുന്ന അവരുടെ പുറമേയുള്ള സോഷ്യൽ ലൈഫുമായിട്ടൊരിക്കലും ചേരാത്തതായിട്ടുള്ള ചില കാര്യങ്ങൾ മിക്ക ആൾക്കാർക്ക് കാണും. ചില ആൾക്കാർക്ക് അത് ഉണ്ടാവില്ല, പക്ഷേ മിക്ക ആൾക്കാർക്കും ഉണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ തനിക്കൊരു പ്രശ്നമാവത്തില്ല എന്ന് കാണുമ്പം അതിനെ റെസ്പോണ്ട് ചെയ്യുന്നതും ഈ 4-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. 4-ാം ഭാവം വളരെ സാധാരണ നമ്മൾ വീട്, അമ്മ, വണ്ടി, വാഹനം എന്നൊക്കെ ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ മനസ്സിൻ്റെ ഒരു മധ്യഭാഗം എന്ന് വേണേൽ പറയാം. മനസ്സ് തുടങ്ങുന്നത് 3-ലാണെങ്കിൽ അവസാനിക്കുന്നത് 5-ലാണ്. അപ്പോൾ അതും കൂടി ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അവരുടെ ഒരു ഇമോഷണൽ റെസ്പോൺസ്, അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള ചില പാറ്റേൺസ് ലൈഫിലെ അവരുടെ പ്രതികരണം, അവർ റെസ്പോണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അവർ ചിലയിടത്ത് നമ്മൾ വിചാരിക്കും ഇവരിങ്ങനെയാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെ വിചാരിക്കും. നമ്മൾ പുറമേ കാണുന്ന പോലെ ആയിരിക്കത്തില്ല. അവരുടെ ആ ഒരു പേഴ്സണൽ ലൈഫിൽ ആ ഒരു കംഫോർട്ടിൻ്റെ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ അവർ ഓക്കെ ആണെങ്കിൽ, അവർ കംഫർട്ടബിൾ ആണെങ്കിൽ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള റെസ്പോൺസ് ലൈഫിൽ നിന്ന് ഇവർക്കുണ്ടാവും. ഒരു ഫാൻറ്റസി ഭാവം കൂടിയാട്ടോ ഈ 4 എന്ന് പറയുന്നത്. ഫാമിലി സീക്രട്ട് ആൻഡ് കർമ്മയാണ് ഇനി അടുത്തത്. പാസ്റ്റ് ലൈഫിലെ ഫാമിലിയുടെ ഇൻകംപ്ലീറ്റ് ചെയ്യാത്ത കാര്യങ്ങൾ 4-ാം ഭാവം കൊണ്ട് പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4-ാം ഭാവാധിപൻ 6-ലോ 8-ലോ 12-ലോ പോയാൽ പൂർവജന്മത്തിൽ ഫാമിലിയിൽ
ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ്. ഇപ്പം 4-ാം ഭാവാധിപന് 6-ലാണെന്നുണ്ടെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. കഴിഞ്ഞ ജന്മം ഒരുപാട് ഫാമിലിക്ക് വേണ്ടി ഡെപ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കർമ്മഫലം ഫാമിലിക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. 4-ാം ഭാവാധിപൻ 8-നാണെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ നിന്നോ അമ്മയിൽ നിന്നോ ചുറ്റുപാടുകളിൽ നിന്നോ കടുത്ത ശാപം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ 4-ാം ഭാവാധിപൻ 8-ലാണെങ്കിൽ കുറേ ദുഃഖങ്ങൾ അങ്ങനെ അനുഭവിക്കേണ്ടതായിട്ട് വരും. 4-ാം ഭാവാധിപൻ 12-ലാണെന്നുണ്ടെങ്കിൽ പൂർവ്വജന്മത്തിൽ കുടുംബപരമായിട്ടുള്ള സ്വത്തുക്കൾ നശിപ്പിച്ചതിൻ്റെ ഒരു ശാപഫലങ്ങൾ ഉണ്ടാവും. മനസ്സിലായോ? അതുപോലെ ഇമോഷണൽ ഹീലിംഗ് ആൻഡ് ഗ്രോത്ത്. ഈ 4-ാം ഭാവം കൊണ്ടാണ് ഒരാളുടെ ഇമോഷണൽ ഹീലിംഗ്, അയാളുടെ സമാധാനത്തിൻ്റെ ഗ്രോത്ത് ചിന്തിക്കുന്നത്, അതേപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ ചിന്തിക്കുന്നതൊക്കെ 4-ാം ഭാവങ്ങളാണ്. നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ, നമ്മുടെ സ്വസ്ഥതയിലേക്ക് നമ്മൾ വരുന്നത്, നമ്മുടെ പല കാര്യങ്ങളിൽ പോയിട്ട് നമ്മൾ സ്വസ്ഥതയിലേക്ക് വരുന്നത് ഒക്കെ 4-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഈ പല ട്രോമയിലൂടെ കടന്നു പോയിട്ട് ഈ 4-ാം ഭാവാധിപന ദശയോ അപഹാരമോ ഒക്കെ വരുന്ന സമയത്തുണ്ടല്ലോ, പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാസ്റ്റ് ട്രോമകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നമ്മുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റിയിലേക്ക് എത്തിക്കാൻ ഇതിന് കഴിവുണ്ട്. ഈ 4-ാം ഭാവത്തിന് കഴിവുണ്ട്. ചില പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മളതിനൊരു ഡിറ്റാച്ച്മെൻറ്റ് വന്നിട്ട്, ഇപ്പം 4-ാം ഭാവത്തിൽ കുജൻ നിൽക്കുകയെന്ന് വെച്ചു. കുജൻ്റെ ദശയിൽ ഇപ്പോൾ കേതുവിൻ്റെ ഇൻഫ്ലുവൻസോട് കൂടിയിട്ടൊക്കെയാണ് 4-ാം ഭാവത്തിൽ കുജൻ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, വ്യാഴദൃഷ്ടി ഒന്നും ഇല്ലാതെയാണെന്നുണ്ടെങ്കിൽ വീടുമായിട്ട് അടിച്ച് പിരിയും. അമ്മ ശത്രുവാകും, അമ്മയായിട്ട് ഒട്ടും ചേരാതെ വരും, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടതായിട്ടുള്ള അവസ്ഥ വരും. പക്ഷേ ആ ഒരു ഇമോഷണലായിട്ടുള്ള ഒരു ടർമോയിലിലൂടെ കടന്നു പോയിട്ട്, ആ ഒരു റോളർ കോസ്റ്ററിലൂടെ കടന്നു പോയിട്ട് നമ്മൾ അത് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നത് ഒരു കുറേ തിരിച്ചറിവുകളോട് കൂടിയിട്ടായിരിക്കും. അങ്ങനെ കുറേ സീക്രട്ടായിട്ടുള്ള കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കാതെ വിടുന്നതായിട്ടുള്ള മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിലും നിത്യജീവിതത്തിലും ഒരു വ്യക്തിയെ ആ വ്യക്തിയാക്കി മാറ്റുന്നതിൽ, ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നതിൽ അയാളുടെ കുടുംബം, അയാളുടെ കംഫോർട്ട്, അയാളുടെ ഗാർഡിയൻ പേഴ്സണാലിറ്റീസ്, അയാളുടെ കെയർ ഗീവേഴ്സായിട്ടുള്ള ആൾക്കാർ, ഇതെല്ലാം വളരെ പ്രാധാന്യമുള്ളതാണ്. ട്രോമാറ്റിക് എക്സ്പീരിയൻസ് കുട്ടിക്കാലം മുതലേ അനുഭവിക്കുന്ന ഒരാളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കംഫർട്ട്, ഒരു കുഞ്ഞ് ജനിച്ച വളർന്ന് ഒരു പ്രായമെത്തി ഇൻഡിവിജ്വലായി ടീനേജേഴ്സ് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് അതുവരെ നമ്മൾ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടാകും. ആ സപ്പോർട്ടിംഗ് സിസ്റ്റമാണ് 4-ാം ഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ആ സപ്പോർട്ടിംഗ് സിസ്റ്റം മോശമായെങ്കിൽ അതിനനുസരിച്ചുള്ള സ്വഭാവങ്ങൾ, പലപ്പോഴും ആൾക്കാർ വലിയ ഇമോഷണലായിട്ട് റിലേഷൻഷിപ്പിനെ ഒന്നും കാണാത്തതിൻ്റെ തന്നെ പ്രധാന കാരണം കുട്ടിക്കാലം മുതൽ അവരനുഭവിച്ചിരുന്ന കുറേ ദുരിതങ്ങളും കുറേ ദുഃഖങ്ങളും അവരനുഭവിച്ചിട്ടുള്ള കുറേ ട്രോമകളുമാണ്. ഈ 4-ാം ഭാവത്തിൽ നിൽക്കാൻ കൊള്ളരുതാത്ത ഗ്രഹം എന്ന് പറയുന്നത് രാഹുവാണ്. രാഹു 4-ൽ അത്ര നല്ലതല്ല, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അതേപോലെ ചന്ദ്രൻ അത്രയും നല്ലതല്ല ഈ 4-ൽ നിൽക്കുന്നത്. അത് ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രാധിപൻ്റെ ബലം വളരെ വലുതാണ്. നമുക്കത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രാധിപൻ്റെ ബലം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അത് നീചനാവുകയോ ബലക്ഷയം വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് 4-ൽ നിന്നാൽ ഒരു കുടുംബജീവിതത്തിന് ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാവില്ല, ഒരു സ്വസ്ഥത ഉണ്ടാവില്ല, മനസ്സിനൊരു സ്വസ്ഥത ഉണ്ടാവില്ല, വീട്ടിൽ വരാൻ തോന്നത്തില്ല, ഒറ്റയ്ക്ക് നിൽക്കുന്നത്, ആരുമായിട്ടും അങ്ങോട്ടൊന്നും സ്വസ്ഥമാവില്ല. ഈ 4-ൽ ചന്ദ്രൻ നിൽക്കുന്ന സ്ത്രീകൾക്ക് പൊതുവെ 4-ൽ കുജൻ നിൽക്കുന്ന പുരുഷന്മാരോടെ ഒരു വല്ലാത്തൊരു അട്രാക്ഷൻ ആയിരിക്കും. തിരിച്ചും അതുപോലെ 4-ൽ കുജൻ നിൽക്കുന്ന പുരുഷന്മാർക്ക് 4-ൽ ചന്ദ്രൻ നിൽക്കുന്ന സ്ത്രീകളോടൊരു അടുപ്പവും ഒരു കംഫോർട്ടും വരുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ആ റിലേഷൻഷിപ്പ് അധികകാലം പോവില്ല, അത് ഒരു വേദനയിലേ അത് അവസാനിക്കത്തുള്ളൂ. പക്ഷേ അതങ്ങനെയാണത് കണ്ടിട്ടുള്ളത്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. 4-ൽ ബുധൻ നിൽക്കുന്നവർക്ക് ഒരു സ്നേഹമുണ്ടെന്ന് മറ്റുള്ളവരുടെ മുന്നിലും ചുറ്റുപാട് നിൽക്കുന്നവർക്കും തോന്നും, പക്ഷേ വലിയ സ്നേഹം ഉണ്ടാവത്തില്ല. അവർക്ക് കുടുംബത്തോടായിരിക്കും കൂടുതൽ കൂറ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് 4-ാം ഭാവത്തിൽ വിവിധ ഗ്രഹങ്ങൾ നിന്നാൽ എന്താണെന്നുള്ള ഫലം നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ നമുക്കപ്പം നോക്കാം. പൊതുവേ ഒരു സീക്രട്ടീവായിട്ടുള്ള ഫലം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പം പുതിയൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇനിയും 4-ാം ഭാവത്തെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ മുകളിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ ആ വ്യക്തി ഏതൊക്കെ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നും കൂടെ ഉള്ളത് നമുക്കൊന്ന് ഉറപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ഗൈഡൻസ് അവർക്ക് കൊടുക്കുകയോ, അല്ലെങ്കിൽ നമ്മുടെ ജാതകമൊക്കെയാണ് ഇങ്ങനെ പരിശോധിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു ഗൈഡൻസ് നമുക്ക് സ്വയം എടുക്കാനും കഴിയും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.